ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായി എന്നറിയാലോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വക എല്ലാവർക്കും ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ തന്നെ പാക്കിങ്ങൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് ആദ്യം ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പിടി മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ നമ്മുടെ വീട്ടിലെ തൈരായതുകൊണ്ട് ഇച്ചിരി പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തത് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് കൈകൊണ്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബിരിയാണി ഇച്ചേൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇവിടെ മമ്മി അരിയുന്നുണ്ട്. ഈ ഉള്ളി നമ്മളിപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബിരിയാണിക്ക് വഴറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ബാക്കി വരുന്ന കുറച്ച് സാലഡിനും വേണ്ടി എടുക്കുന്നുണ്ട്. ഏകദേശം 10ഓളം സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നേരത്തെ നന്നായിട്ട് ഒരേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഉള്ളി വറുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഗ്യാസിൽ നമ്മുടെ ബിരിയാണി ചെമ്പ് എടുത്തു വെച്ച് കഴിഞ്ഞു. അതിലേക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു. പിന്നീട് നമ്മൾ ഉള്ളി വറുത്ത എണ്ണ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സവാള വഴറ്റാൻ പോകുന്നത്. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് സാവധാനം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒഴിച്ച അത്ര അളവിൽ നെയ്യും എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമല്ലല്ലോ, അതുകൊണ്ടാണ് അത്രയും കൂടുതൽ അളവ് നെയ്യും അതേപോലെ തന്നെ എണ്ണയും ഒഴിച്ചു കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് സമയം എടുത്ത് നമ്മൾ വഴറ്റിയെടുക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി പെട്ടെന്ന് കത്തിപ്പോയിട്ട് ആ ഒരു ചുവയായിരിക്കും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാകും. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാവധാനം ഉള്ളി വഴറ്റിയെടുത്താലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ബിരിയാണി മസാലയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള നന്നായിട്ട് വഴണ്ട് വന്ന് നമ്മൾ ആദ്യമേ ഒഴിച്ച നെയ്യും എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതാണ് ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടു, അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി നമുക്കിതിലേക്ക് ആദ്യമേ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണിക്കകത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ ഈ ചേർത്തിരിക്കുന്നത്. ഇതല്ലാതെ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ പോലും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മി സ്പെഷ്യൽ നമ്മുടെ നാരങ്ങ വെള്ളം ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട്. കുറച്ച് ഫ്ലാക്സ് സീഡും കസ്കസൊക്കെ ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളമാണ്. അപ്പോൾ ചൂടത്ത് നിന്നല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് ദാഹം കൂടുമല്ലോ, അതുകൊണ്ടാണ് നാരങ്ങ വെള്ളം എടുത്തത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നു. നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറിയിട്ട് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നാടൻ തക്കാളിയാണ്, അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 2 തക്കാളിയാണ് കേട്ടോ വഴറ്റാൻ വേണ്ടി എടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴണ്ടി കിട്ടണം. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോയിട്ട്, പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പാത്രങ്ങളാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മല്ലിയില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങനീര്, തൈര്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കൻ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയത് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചോളുക. അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് നമ്മൾ ഒന്ന് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ
കുറച്ച് ബിരിയാണി മസാല അതിന് മുകളിലേക്ക് തൂക്കി കൊടുക്കാം. എന്നിട്ടങ്ങ് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വേറെ മുളക് പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് എത്രമാത്രം നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് എരിവ് വേണോ അത്രയും പച്ചമുളക് നിങ്ങൾ ആദ്യമേ ക്രഷ് ചെയ്യാൻ നേരത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാള വറുത്ത് വെച്ചിരുന്നതാണ്. ഒരു 2 പിടിയോളം സവാള വറുത്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. മൂടി വെച്ച് നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങും. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുന്നതാണ് ഒരു പാകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. പക്ഷേ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ചിക്കൻ ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇളക്കാൻ നേരത്ത് ആ എല്ലിൽ നിന്നൊക്കെ വേർപെട്ട് ചിക്കനിൻ്റെ ആ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ പിന്നീട് ചിക്കൻ കഷ്ണങ്ങൾ ഇളക്കി കൊടുക്കാൻ നേരത്തെ. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം 1/4 ഭാഗം വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇനി റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. കറുവപ്പട്ടയും തക്കോലും ഗ്രാമ്പും ഏലക്കായും ഒരു ചെറിയൊരു ബേ ലീഫുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ 1 കിലോ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ml കപ്പിനാണെങ്കിൽ 5 കപ്പ്, 250 ആണെങ്കിൽ 4 കപ്പ്. അപ്പോൾ ആ ഒരു അളവാണേ. അപ്പോൾ നമ്മൾ ഇവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. ആ അരി ഒന്ന് ആ ഒരു നെയ്യിലൊക്കെ കിടന്ന് ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുത്ത് അതേ കപ്പിൽ തന്നെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ പലരും പല അളവിലായിരിക്കും വെള്ളം എടുക്കാറുള്ളത്. എല്ലാവരും ഇരട്ടി തന്നെ എടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് റൈസ് ഭാഗമാക്കി എടുക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കുറച്ച് നല്ല രീതിയിൽ കിട്ടിയതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിള വന്ന് തുടങ്ങിയപ്പോൾ മൂടി വെച്ചു. റൈസ് ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 90% വേവ് നോക്കിയത് കേട്ടോ. അപ്പോൾ ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് നമ്മൾ ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിക്കനും റൈസും ലെയർ ചെയ്തിട്ടല്ല, മുഴുവൻ ചിക്കൻ്റെ മുകളിലേക്കും റൈസ് മാത്രമായിട്ട് ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് റൈസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ നമ്മുടെ സവാളയും ഒക്കെ കൂടെ വിതറി കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പാലിൽ മിക്സ് ചെയ്തതൊക്കെ തളിച്ചു കൊടുത്താൽ റൈസ് മാത്രമാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും റൈസും സെപ്പറേറ്റ് ആക്കിയിട്ട് അങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക. ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെയറിംഗ് ഒക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇത് മൂടി വെച്ച് അതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലല്ല വയ്ക്കുന്നത്. ഒരു അപ്പച്ചട്ടിയുടെ മുകളിൽ നമ്മുടെ ബിരിയാണി ചെമ്പ് വെച്ച് എന്നിട്ട് അതിന് മുകളിൽ അത് അടച്ചു വെച്ചിട്ട് വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇതേപോലെ ഇപ്പോൾ അവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ നമ്മുടെ ദോശയും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് ബിരിയാണി ചെമ്പ് വെച്ചത്. കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ ഒരു മുക്കാൽ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചൂടടിക്കുമ്പോൾ നമുക്ക് ഇളക്കാനും പറ്റില്ല. അപ്പോൾ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ദം ചെയ്തോളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ റൈസ് ആദ്യം വേറൊരു കാസറോളിലേക്ക് മാറ്റുന്നുണ്ട്, മുകളിലുള്ള റൈസ് കേട്ടോ. അപ്പോൾ റൈസ് വേറെ ചിക്കൻ വേറെ ആയിട്ട് നമ്മൾ വേറെ പാത്രങ്ങളിൽ വെച്ചിട്ട് സെർവ് ചെയ്യാൻ നേരത്താണ് ചിക്കൻ്റെ മുകളിൽ റൈസ് ഇട്ട് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുകളിൽ കാണുന്ന അധികം മസാല ഇല്ലാത്ത റൈസ് ഒരു പാത്രത്തിലും മസാലയും ഗ്രേവിയൊക്കെ വരുന്ന റൈസ് ഞങ്ങൾ വേറൊരു പാത്രത്തിലും വെച്ചിട്ട് ഈ റൈസെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യാൻ നേരത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലേക്ക് മസാലയും ഗ്രേവിയൊക്കെ ഉള്ള റൈസ് ഒന്ന് ചിക്കൻ്റെ മുകളിൽ പൊട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അധികം നമ്മുടെ മസാലയും ഗ്രേവിയും ഒന്നും ഇല്ലാത്ത കുറച്ച് വൈറ്റ് കളറിലൊക്കെ ഇരിക്കുന്ന റൈസ് അതിൻ്റെ മുകളിലിടും. അപ്പോൾ നമ്മുടെ ബിരിയാണി പുറമേന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇങ്ങനെയൊന്നും തന്നെ സെർവ് ചെയ്യണമെന്നോ കഴിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല.
സാധാരണ നമ്മൾ ബിരിയാണി എടുക്കുന്ന പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമുള്ളപ്പോൾ കഴിക്കുന്നതല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ പറയുന്ന മെത്തേഡ് ഒട്ടുമുക്കാലും എല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ കുക്കിംഗ് ഒന്നും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത, ഇപ്പോൾ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സൊക്കെ പുറത്ത് പോയി പഠിക്കുന്ന ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാണ്ട്, നിങ്ങളുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കി നോക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകത എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ മസാലയും ഗ്രേവിയൊക്കെയുള്ള റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി, ചിക്കൻ വേറൊരു പാത്രത്തിലേക്കും മാറ്റി. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് എടുത്തു വെച്ചത്. അപ്പോൾ ഇന്നല്ല, ഞങ്ങൾ നാളെ പോകുന്ന ദിവസമാണ്, അതായത് തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഒക്കെ വരുന്നൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി തയ്യാറാക്കിയതാണ്. ഇനി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണി അവർ കഴിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അടുത്ത പ്രാവശ്യം നാട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ നമ്മളെ കാണാനായിട്ട് അവർ അങ്ങോട്ട് വരണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം അല്ലേ. നല്ല അടിപൊളി എമ്മി ആയിട്ടുള്ള ബിരിയാണിയും അതുപോലെ സാലഡും നാരങ്ങാച്ചടൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ മൊമെൻ്റാണ്. ഇനി എത്ര നാൾ കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ ഞങ്ങളുണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് പറയല്ല, നല്ല ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ പാക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതുകൊണ്ട് റൂമൊക്കെ ആകെ അലമ്പാണ്. ഇതെല്ലാമൊക്കെ ഒന്ന് ഒതുക്കി പറക്കി നമ്മുടെ പെട്ടികളിലേക്ക് മാറ്റിയാലാണ് എല്ലാം റെഡി ആവത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകാനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ പിടിച്ചൊരു സമയമാണ് നമ്മുടെ പാക്കിങ്ങിൻ്റെ ദിവസം, അല്ലെങ്കിൽ പോകുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറയുന്നത്. വെയിറ്റൊക്കെ കറക്റ്റായിട്ട് ശരിയാവുമോ, എല്ലാ സാധനങ്ങളും നമ്മൾ ഉദ്ദേശിച്ച അത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ. ചിലപ്പോൾ നമ്മൾ തിരിച്ചവിടെ എത്തിക്കഴിയുന്ന സമയത്താണ് ചിന്തിക്കുക, അയ്യോ അതെടുക്കാൻ വിട്ടുപോയില്ലോ, അതുകൂടെ കൊണ്ടുവരായിരുന്നു തോന്നുക. അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതാണ് നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതലുള്ള വെയിറ്റ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല, കൊണ്ടുപോകാനും പറ്റില്ലാത്തൊക്കെ ഒരു അവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ചക്കക്കുരു, കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. അങ്ങനെ പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ തിരിച്ചുപോക്കാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.